ഇന്ന് രാവിലെ പുറപ്പെടുമ്പോൾ ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ തോന്നി. കുറച്ച് ചുമക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ രണ്ടാമത്തവള് പെട്ടെന്ന് പപ്പ മരുന്നൊന്ന് എടുത്തിട്ട് പോകുന്നതല്ലേ നല്ലത്, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ മരുന്ന് കഴിക്കാൻ പാടുണ്ടോ? അഡ്മിനിസ്ട്രിങ് ഓഫ് മെഡിക്കേഷൻ ഷുഡ് ബി ഗൈഡഡ് ബൈ എ ഫിസിഷ്യൻ. അപ്പോൾ അവരെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനം ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ രാവിലെ. അങ്ങനെ അമ്മയോട് ചോദിച്ചു എങ്ങനെയാണ്, ചേച്ചിയോട് ചോദിച്ചു. ചേച്ചിയും അനിയത്തിയും അമ്മയും ഒക്കെ ഡിസിഷൻ എടുത്തതിന് ശേഷം ചുക്ക് കാപ്പി ഉണ്ടാക്കി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നു. എൻ്റെ ത്രോട്ട് കുറച്ചൊന്ന് കണ്ടീഷനായെന്ന് എനിക്ക് തോന്നുന്നു. അതും മരുന്നാണോ? മരുന്ന് എന്ന് പറഞ്ഞത് നമ്മളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഏതിനെയും നമുക്ക് മരുന്നെന്ന് വിളിക്കാമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു മരുന്ന് എങ്ങനെ അഡ്വൈസ് ചെയ്യണം എന്നത് അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ആണ് ഡിസൈഡ് ചെയ്തത്. അതിന് വീട്ടിൽ കൃത്യമായൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ഐ തിങ്ക് ഇൻ ബിറ്റ്വീൻ ദേ ആർ എവിഡൻസ് ബേസ്ഡ് ചേഞ്ചസ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് വളരെ റീസണബിൾ ആണ്, ഹാംഫുൾ അല്ല. നമുക്ക് ആ റിസൾട്ട് കിട്ടുക. അത് എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് വൈഫ് ഉണ്ടാക്കി തന്നിരുന്ന ചുക്കാപ്പിയുടെ ക്വാളിറ്റി കൂടി വരുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം മക്കൾ മുതിർന്നു വന്നപ്പോൾ അവരും എല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനെ അവർ എപ്പോഴും റിവൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. MOM 1B, a multidisciplinary committee guides the formulation and implementation of pharmacy services and medication management. ഒരു നല്ല ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് ഈ കമ്മിറ്റ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ ആശുപത്രിയിലെ എല്ലാ ഏരിയകളിൽ നിന്നുമുള്ള എല്ലാ ക്ലിനിക്കൽ ഏരിയകളിൽ നിന്നുമുള്ള മനുഷ്യർ ഈ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ, ഈ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ പാർട്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ആ പേര്. നമുക്ക് ക്വാളിറ്റിയുടെയും നേഴ്സിങ്ങിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഈ കമ്മിറ്റിയിൽ ഉണ്ടാകണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആണോ ഫാർമക്കോളജിസ്റ്റ് ആണോ ആരാണോ ഉള്ളത്, അവർ ഈ കമ്മിറ്റിയുടെ പാർട്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും നമ്മളുടെ നിയമപരമായ റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസിനെ കണക്ട് ചെയ്തിട്ട് വേണം ഈ കമ്മിറ്റി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. ഈ കമ്മിറ്റി കൃത്യമായിട്ടും അഡ്മിനിസ്ട്രേഷൻ ടീമിൻ്റെ റെപ്രസെൻറ്റേഷനുള്ള കമ്മിറ്റി ആയിരിക്കണം. സേഫ്റ്റി ഓഫീസറെ കുറിച്ച് നമ്മൾ MOM 1A കണ്ടു. ഒരു സേഫ്റ്റി ഓഫീസർ ഫാർമസി സർവീസസിനെ കൺട്രോൾ ചെയ്യണം. ആ സേഫ്റ്റി ഓഫീസർ ഈ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ പാർട്ടായിരിക്കണം. ആരൊക്കെയാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്? റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മേജർ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അഡ്മിനിസ്ട്രേഷൻ, ഫാർമസിസ്റ്റ് ഓർ ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റ്, മെഡിക്കേഷൻ സേഫ്റ്റി ഓഫീസർ, നേഴ്സിംഗിൽ നിന്നും നമ്മുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്. നിങ്ങളുടെ കമ്മിറ്റി ഫ്രീക്വൻ്റ് ആയിട്ട് കൂടണം. അങ്ങനെ കൂടി എടുക്കുന്ന ഡിസിഷൻസ് എന്തിനെല്ലാം ആയിരിക്കണം കാണേണ്ടത്? നമ്മളുടെ മെഡിസിൻ ഫോർമുലറി റീഡിഫൈൻ ചെയ്യുന്നത് ഈ കമ്മിറ്റി ആയിരിക്കണം. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് ഡിഫൈൻ ചെയ്യേണ്ടത് ഈ കമ്മിറ്റി ആയിരിക്കണം. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് എറേഴ്സ് മാനേജ് ചെയ്യേണ്ടത്, അതിന് പ്രിക്കോഷൻ മെക്കാനിസംസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകളിലായിരിക്കണം. 3 മാസത്തിലൊരിക്കൽ നിർബന്ധമായും കൂടിയിരിക്കണം. പറ്റുമെങ്കിലും കഴിയുന്നത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കൂടിയിരിക്കണം. അതിൻ്റെ മിനിറ്റ്സ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവേണിംഗ് സോഫ്റ്റ്വെയർ ഗ്രേപ്സിൽ നിന്നുള്ളത്, ഇതിനു വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവിടെ നിങ്ങളുടെ ഈ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മീറ്റിങ്ങുകൾ കോൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മീറ്റിങ്ങിൻ്റെ അജണ്ടയും മിനിറ്റ്സും അവിടെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ മിനിറ്റ്സ് ലോങ് റണ്ണിൽ കീപ്പ് ചെയ്യാനും അത് ഡോക്യുമെൻ്റ് ആക്കി സൂക്ഷിക്കാനും എല്ലാം നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ
ഓഫീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ, ഇ ഗവേണിംഗ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ മൾട്ടിപ്പിൾ കമ്മിറ്റികളുണ്ട്. ഈ എല്ലാ കമ്മിറ്റികൾക്കും ജിയോ ഓഫീസ് യൂസ്ഫുൾ ആണ്. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റുകൾ ജിയോ ഓഫീസ് വഴി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ എ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഗൈഡ്സ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫാർമസി സർവീസസ് ആൻഡ് മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് എന്നതാണ് നമ്മുടെ MOM 1B കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമ്മൾ